സുഹൃത്തുക്കളെ, നമ്മൾ PSC പരീക്ഷകളിൽ നമ്മൾ ഏത് ചോദ്യപേപ്പർ എടുത്ത് നോക്കിയാലും 90% ചോദ്യപേപ്പറുകളിലും നമ്മൾ കേരള ചരിത്രം എന്ന് പറയുന്ന മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ടാകും. അപ്പം ഞാൻ ഈ ചോദ്യപേപ്പറുകൾ വർക്കൗട്ട് ചെയ്ത സമയത്ത് അതിൽ നിന്ന് മാത്രം കിട്ടിയിട്ടുള്ള 25 കേരള ചരിത്രത്തിലെ ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം നിങ്ങൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഓരോരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഒന്നാമത്തെ പഴശ്ശി വിപ്ലവം നടന്ന വർഷം ഏതാണ്? ഒന്നാമത്തെ പഴശ്ശി വിപ്ലവം നടന്ന വർഷം 1793 മുതൽ 1797 വരെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഒന്നാം പഴശ്ശി വിപ്ലവം നടക്കുന്നത്. അപ്പം നമ്മൾ ഈ ഒരു ചോദ്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരുവിധം എല്ലാ പരീക്ഷകളിലും കണ്ടിട്ടുള്ള ചോദ്യമാണ്. ഒന്നാം പഴശ്ശി വിപ്ലവം നടന്ന വർഷം 1793 മുതൽ 1797 വരെ. അപ്പം നമുക്ക് 2 പഴശ്ശി വിപ്ലവം പഠിക്കാനുണ്ട്. അപ്പോൾ ഒന്നാം പഴശ്ശി വിപ്ലവം 1793 മുതൽ 1797 വരെ, രണ്ടാം പഴശ്ശി വിപ്ലവം 1800 മുതൽ 1805 വരെയാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. രണ്ടാമത്തെ ചോദ്യം, ഒന്നാമത്തെ വിപ്ലവത്തിൻ്റെ പ്രധാന കാരണം, അവർ ടൈപ്പിംഗ് മിസ്റ്റേക്ക് പറ്റിയാണ്. ഒന്നാമത്തെ വിപ്ലവത്തിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി സമ്പ്രദായമാണ്. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി സമ്പ്രദായമാണ് ഒന്നാം പഴശ്ശി കലാപം പൊട്ടിപ്പുറപ്പെടാൻ കാരണം. നമ്മൾ പഴശ്ശിരാജ സിനിമ കണ്ടാൽ തന്നെ നമുക്ക് അറിയാം. ആ ഒരു സിനിമ എന്ന് വെച്ചാൽ ഏറ്റവും നല്ലൊരു നമുക്കൊരു സോഴ്സാണ്. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ലൈവായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ ആ ഒരു സിനിമ നമ്മൾ ഇതിനു വേണ്ടി മാത്രമായിട്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ പഴശ്ശി വിപ്ലവത്തിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ്. പഴശ്ശിരാജയ്ക്ക് നികുതി പിടിക്കാനുള്ള അവകാശം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ പിന്നെ പറ്റിക്കുകയാണ്. അതുകൊണ്ട് ആണ് അദ്ദേഹം പിന്നെ ആ ഒരു വിപ്ലവത്തിന് പുറപ്പെടുന്നത്. ഇനി മൂന്നാമത്തെ ചോദ്യം, ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധത്തിൽ പഴശ്ശിരാജനെ സഹായിച്ച പ്രധാന പോരാളികൾ ആരൊക്കെയാണ്? ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധത്തിൽ പഴശ്ശിരാജയെ സഹായിച്ച പ്രധാനപ്പെട്ട പോരാളികളാണ് തലയ്ക്കൽ ചന്തു, കൈതേരി അമ്പു, ഇടച്ചേന കുങ്കൻ, അത്തൻ ഗുരുക്കൾ, കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ. അപ്പോൾ നമ്മൾ തലയ്ക്കൽ ചന്തു, കൈതേരി അമ്പു, ഇടച്ചേന കുങ്കൻ, അത്തൻ ഗുരുക്കൾ, കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ. നമ്മൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു പിക്ചർ നമുക്ക് കിട്ടും. അതിൽ രാജൻ പി ദേവ് അവതരിപ്പിച്ച ക്യാരക്ടറാണ് കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ. അദ്ദേഹത്തിൻ്റെ മന്ത്രിയായിട്ട് അവസാനം അദ്ദേഹത്തിന് ചതിച്ചിട്ട് തൂക്കിക്കൊല്ലുന്നൊരു സീനൊക്കെ ആ സിനിമയിലുണ്ട്. അപ്പോൾ നമുക്കത് കണ്ടാൽ ഏകദേശം ഒരു പിക്ചർ കിട്ടും. നാലാമത്തെ ചോദ്യം, പഴശ്ശിരാജാവിൻ്റെ പ്രധാന സഹായിയായിരുന്ന കുറിച്യ നേതാവാണ് തലയ്ക്കൽ ചന്തു. പഴശ്ശിരാജാവിൻ്റെ പ്രധാന സഹായിയായിരുന്ന കുറിച്യന്മാരുടെ നേതാവാണ് തലയ്ക്കൽ ചന്തു. നമ്മൾ കുറിച്യർ നേതാവ് തലയ്ക്കൽ ചന്തു എന്നുള്ളത് ജസ്റ്റ് ഓർക്കാൻ വേണ്ടി തലയിലാണ് നമ്മൾ കുറി തൊടുന്നത് എന്നുള്ള രീതിയിൽ ആലോചിച്ച് കഴിഞ്ഞാൽ തലയ്ക്കൽ ചന്തു കുറിച്യർ നേതാവാണെന്നുള്ള രീതിയിൽ നമുക്ക് ഓർത്തു വെക്കാൻ പറ്റും. പക്ഷെ പഴശ്ശിരാജാവിൻ്റെ പ്രധാനപ്പെട്ട സഹായിയായിരുന്നു തലയ്ക്കൽ ചന്തു. അദ്ദേഹം കുറിച്യന്മാരുടെ നേതാവായിരുന്നു. അഞ്ചാമത്തെ ചോദ്യം, രണ്ടാമത്തെ പഴശ്ശി വിപ്ലവം നടന്ന വർഷം നമ്മൾ നേരത്തെ പറഞ്ഞു 1800 മുതൽ 1805 വരെയാണ്. 1800 മുതൽ 1805 വരെയാണ് രണ്ടാമത്തെ പഴശ്ശി വിപ്ലവം നടന്നത്. രണ്ടാമത്തെ പഴശ്ശി വിപ്ലവത്തിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് വയനാട് ബ്രിട്ടീഷുകാർ കൈവശപ്പെടുത്താൻ ശ്രമിച്ചതിനെ തുടങ്ങിയാണ്. അപ്പം വയനാട് ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കാൻ ശ്രമിച്ചതുകൊണ്ടാണ് രണ്ടാം പഴശ്ശി കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. ഏഴാമത്തെ ചോദ്യം, പഴശ്ശിരാജാവ് കൊല്ലപ്പെടാൻ കാരണമായ വിപ്ലവം രണ്ടാം പഴശ്ശി വിപ്ലവമാണ്. 1805 അദ്ദേഹം മരണപ്പെടുന്നത്. പഴശ്ശിരാജാവ് കൊല്ലപ്പെടാൻ കാരണമായ വിപ്ലവമാണ് രണ്ടാം പഴശ്ശി വിപ്ലവം. അദ്ദേഹം കൊല്ലപ്പെട്ട വർഷം 1805 നവംബർ 30. 1805 നവംബർ 30 പഴശ്ശിരാജാവ് കൊല്ലപ്പെട്ടത്. പഴശ്ശിരാജാവ് കൊല്ലപ്പെട്ട സ്ഥലം പുൽപ്പള്ളിയിലാണ്. വയനാട്ടിലുള്ള പുൽപ്പള്ളിയിലെ മാവിലാന്തോട് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ്. മാവിലാന്തോടിലാണ് അദ്ദേഹത്തിൻ്റെ സ്മാരകമുള്ളത്. അപ്പോൾ വയനാട്ടിലുള്ള പുൽപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തുള്ള മാവിലാന്തോട് വെച്ചിട്ടാണ് പഴശ്ശിരാജാവ് കൊല്ലപ്പെടുന്നത്. 10ാമത്തെ ചോദ്യം, പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സർദാർ KM പണിക്കരാണ്. കേരള സിംഹം എന്ന് വിളിച്ചത് KM പണിക്കർ. ഇനി PN പണിക്കർ എന്നൊക്കെ തന്നു കഴിഞ്ഞാൽ അത് കേരള സിംഹം എന്നുള്ള K ആണല്ലോ തുടങ്ങുന്നത്. കേരള സിംഹം എന്ന് വിളിച്ചത് KM പണിക്കർ. അപ്പോൾ ആ രീതിയിൽ K വെച്ചിട്ട് ഓർത്ത് വെച്ചിട്ട് ഇനീഷ്യൽ മാറി പോകാതെ നമുക്ക് ഒന്ന് ഓർത്ത് വെക്കാൻ പറ്റും. സർദാർ KM പണിക്കരാണ് പഴശ്ശിരാജനെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത്. അത് ആ രീതിയിൽ ഓർത്ത് വെക്കുക. 11ാമത്തെ ചോദ്യം, കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാന കേന്ദ്രം എവിടെയാണ്? കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാന കേന്ദ്രം പയ്യന്നൂരാണ്. അപ്പോൾ പയ്യന്നൂരാണ് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാന കേന്ദ്രം എന്നറിയപ്പെടുന്നത്. 12ാമത്തെ ചോദ്യം, കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നയിച്ചതാരാണ്? കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് K. കേളപ്പനാണ്. K. കേളപ്പനാണ് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത്.
13-ാമത്തെ ചോദ്യം, വരിക വരിക സഹചരെ സഹന സമര സമയമായി എന്ന ഗാനം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഉപ്പ് സത്യാഗ്രഹം. ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമരഗാനമാണ് വരിക വരിക സഹചരെ. 14-ാമത്തെ ചോദ്യം, ഉപ്പ് സത്യാഗ്രഹം കേരളത്തിൽ നടന്ന വർഷം 1930 ഏപ്രിൽ 13 ഏപ്രിൽ 13 1930 ഏപ്രിൽ 13 ഉപ്പ് സത്യാഗ്രഹം കേരളത്തിൽ നടന്നത്. 15-ാമത്തെ ചോദ്യം, വരിക വരിക സഹചര എന്ന ഗാനം രചിച്ചതാരാണ്? വരിക വരിക സഹചര എന്ന ഗാനം രചിച്ചത് അംശി നാരായണപിള്ളയാണ്. അംശി നാരായണപിള്ളയാണ് വരിക വരിക സഹചരെ എന്ന ഗാനം രചിച്ചത്. 16-ാമത്തെ ചോദ്യം, രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന കേരളത്തിലെ പട്ടണം ഏതാണ്? രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന കേരളത്തിലെ പട്ടണമാണ് പയ്യന്നൂർ. 17-ാമത്തെ ചോദ്യം, മലയാളി മെമ്മോറിയൽ നിവേദനം സമർപ്പിച്ച വർഷം. മലയാളി മെമ്മോറിയൽ ആ ഒരു പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ട് നിവേദനം സമർപ്പിച്ച വർഷം 1891 ജനുവരി 1 1891 ജനുവരി 1 മലയാളി മെമ്മോറിയൽ നിവേദനം സമർപ്പിച്ചത്. 18-ാമത്തെ ചോദ്യം, മലയാളി മെമ്മോറിയൽ നിവേദനം സമർപ്പിക്കപ്പെട്ട രാജാവ് ആരാണ്? ശ്രീമൂലം തിരുനാളാണ്. ശ്രീമൂലം തിരുനാൾ മഹാരാജാവിനാണ് മലയാളി മെമ്മോറിയൽ നിവേദനം നമ്മൾ സമർപ്പിച്ചത്. 19-ാമത്തെ ചോദ്യം, നാനാജാതി മതസ്ഥർപ്പെട്ട 1028 പേർ ഒപ്പിട്ട നിവേദനമാണ് മലയാളി മെമ്മോറിയൽ. അപ്പം മലയാളി മെമ്മോറിയലിൽ എത്ര പേര് ഒപ്പിട്ടെന്ന് ചോദിച്ചാൽ 1028 പേരാണ്. 1028 പേരാണ് മലയാളി മെമ്മോറിയലിൽ ഒപ്പിട്ടത്. മലയാളി മെമ്മോറിയൽ സമർപ്പിക്കാനുള്ള തീരുമാനമെടുത്ത നേതാക്കൾ ആരൊക്കെയാണ്? മലയാളി മെമ്മോറിയൽ സമർപ്പിക്കാനായിട്ട് തീരുമാനമെടുത്ത നേതാക്കളാണ് GP പിള്ള, കണ്ടത്തിൽ വർഗീസ് മാപ്പിള എന്നിവർ. GP പിള്ള, കണ്ടത്തിൽ വർഗീസ് മാപ്പിള. 21-ാമത്തെ ചോദ്യം, മലയാളി മെമ്മോറിയലിൽ ആദ്യത്തെ ഒപ്പുവെച്ചതാരാണ്? ആദ്യത്തെ ഒപ്പുവെച്ചത് KP ശങ്കരമേനോനാണ്. KP ശങ്കരമേനോനാണ് മലയാളി മെമ്മോറിയലിൽ ആദ്യത്തെ ഒപ്പുവെച്ചത്. അപ്പം നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഒരു ശങ്ക ഉണ്ടാവുമല്ലോ, വേണോ വേണ്ടയോ എന്നുള്ളൊരു ശങ്ക ഉണ്ടാവും. അപ്പോൾ ശങ്കരമേനോൻ എന്നുള്ള രീതിയിൽ ആലോചിച്ച് വെക്കാവുന്നേ ഉള്ളൂ. മലയാളി മെമ്മോറിയലിലെ 3-ാമത്തെ ഒപ്പുകാരൻ ഡോക്ടർ പൽപ്പുവാണ്. ഡോക്ടർ പൽപ്പുവാണ് 3-ാമത്തെ ഒപ്പുകാരൻ. മലയാളി മെമ്മോറിയലിൽ 3-ാമത്തെ ഒപ്പ് വെച്ചത് ഡോക്ടർ പൽപ്പുവാണ്. മലയാളി മെമ്മോറിയലിൽ 2-ാമത്തെ ഒപ്പ് GP പിള്ളയാണ്. മലയാളി മെമ്മോറിയലിൽ 2-ാമത്തെ ഒപ്പ് വെച്ചത് GP പിള്ളയാണ്. GP പിള്ള. കാരണം ഞാനത് ഓർത്ത് വെക്കാനായിട്ട്, അപ്പോൾ 2-ാമത്തെ ഒപ്പിൽ 2 ഉള്ള പിള്ള എന്ന് പറയുമ്പോൾ ഇരട്ടിപ്പിള്ള ഉണ്ടല്ലോ, പിള്ള എന്ന് പറയുമ്പോൾ 2 വരുന്നുണ്ടല്ലോ, അപ്പോൾ 2-ാമത്തത് അങ്ങനെ ആലോചിച്ച് വെച്ചതാണ്. 24-ാമത്തെ ചോദ്യം, തിരുവിതാംകൂറിൽ നിന്നും പുറത്തുള്ളവരെ അപേക്ഷിച്ച് കൂടുതൽ നാട്ടുകാർക്ക് തൊഴിലവസരം നൽകണമെന്ന ആവശ്യമായി ശ്രീമൂലം തിരുനാളിന് നൽകിയ നിവേദനമാണ് മലയാളി മെമ്മോറിയൽ. അപ്പം മലയാളി മെമ്മോറിയലിൽ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, ഈ തിരുവിതാംകൂറിൽ നിന്നും എന്ത് ചെയ്യുക, ആൾക്കാരെ നിയമിക്കുക, പുറത്തുള്ളവരെ അപേക്ഷിച്ചിട്ട് കൂടുതൽ നാട്ടുകാർക്ക് അവസരം കൊടുക്കുക. അവിടെ നിലവിൽ പുറമേയുള്ള ബ്രാഹ്മണന്മാർക്കൊക്കെയാണ് ജോലിയിൽ അവസരം കൊടുത്തിരുന്നത്. അപ്പോൾ ഇവിടെ തിരുവിതാംകൂറിലുള്ള ജനങ്ങൾക്ക് മുൻഗണന കൊടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച വർഷം എന്നാണ് 1924 മാർച്ച് 30. 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത്. നമ്മളിവിടെ ആവർത്തിച്ച് വന്നിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ ഇനിയും ഈ ഒരു ടോപ്പിക്കായി ബന്ധപ്പെട്ടുള്ള റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ പിന്നാലെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കണ്ടൻറ്റ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.